ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എവിടെ വരെ എത്തി? ഇതാ കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് കേട്ടോ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നത്. കുറേ കാലമായി എന്ന് വെച്ചാൽ കുറേ കാലമായി. പിന്നെ ഇതാ ഇപ്പോഴാണ് ഒത്തു വന്നത്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ വെച്ചേ. ഞാൻ എവിടെ കേട്ടാലും എവിടെ കണ്ടാലൊക്കെ ഈ ഫ്രൈഡ് റൈസ് വാങ്ങുമ്പോൾ കാണാം അതിൻ്റെ കൂടെ ചില്ലി ചിക്കൻ വാങ്ങണം. അപ്പോൾ ചിലപ്പോൾ അതൊരു കോംബോ ആയിരിക്കും അല്ലേ? ആണെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ എല്ലാവരും. എനിക്ക് തോന്നുന്നു അതൊരു കോംബോ ആണ്, ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇപ്പോൾ പൊറോട്ട ബീഫ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഞാനെടുത്ത വെജിറ്റബിൾസ് ഉള്ളി, അറിയാതെ ക്യാരറ്റ്, ക്യാപ്സിക്കം, കേബേജ്, പിന്നെ ബീൻസ്. ഈ ബീൻസിനോട് പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ല, പിന്നെ എല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ബീൻസ് വളരെ കുറച്ചാണ് ആക്കിയത്. ക്യാപ്സിക്കം പിന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കമായിട്ട് രണ്ടിനും കൂടി ആക്കി. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് കുനുകുന അങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് ഈ 4 വെജിറ്റബിൾസ് അരിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി എടുത്ത് അതൊട്ട് പിന്നെ ഈ ബസുമതി അരി എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസിൻ്റെ അരി ആദ്യമായിട്ടാണ് വെക്കുന്നതും വാങ്ങുന്നതൊക്കെ. ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല, എങ്ങനെയാണ് വേവ് എന്നോ ഒന്നും അറിയില്ല. എങ്ങനെയാണ് ഇത്താത്ത ഇങ്ങനെ മന്തിക്ക് വെക്കുമ്പോൾ പറയും ഇങ്ങനെ ഇത്ര ഗ്ലാസ് വെള്ളം വെക്കണം, മന്തിക്ക് ഇങ്ങനെ അരി കഴുകി കുതിർത്തി വെക്കണം എന്നൊക്കെ താത്ത ഇങ്ങനെ പറഞ്ഞു തന്നിനും. മന്തിയും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് ഷവായും. അൽഫാമൊക്കെ ട്രൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫ്രൈഡ് റൈസിൻ്റെ റൈസൊക്കെ എന്താക്കും അല്ലാഹു ആലം. താത്തനൊക്കെ വിളിച്ച് സജസ്റ്റ് ചോദിച്ച്. പക്ഷേ ഫ്രൈഡ് റൈസിന് മറ്റേ വെള്ളത്തിൻ്റെ കണക്കൊന്നും വേണ്ടല്ലോ, ഒരാവശ്യത്തിനുള്ള വേവാണല്ലോ. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം നേരെ അരിയെടുത്ത് വേഗം നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് പൊതിരാൻ വെച്ച് അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകണം. പിന്നെ ഈ ചില്ലി ചിക്കനാണ് ഏറ്റവും എളുപ്പം എന്ന് തോന്നി. കാരണം കടായി ചിക്കൻ വെച്ചിക്കണ്, ചിക്കൻ കറികൾ വെച്ചിക്കണ്, ഫ്രൈകൾ വെച്ചിക്കണ്. പക്ഷേ ഈ ചില്ലി ചിക്കൻ ആദ്യമായിട്ടാണ് വെക്കണേ. എൻ്റെ റബ്ബേ, എത്ര പെട്ടെന്ന് ആ ചില്ലി ചിക്കനായത്. പൊതുവെ ഒരു ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ എന്താണ് പുതിനയില, മല്ലിയില, കരിവേപ്പില, അങ്ങനെ കുറേ ഇലകളും തക്കാളി, ഉള്ളി, പച്ചമുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് വേണം ഒരു കറി വെക്കാൻ. പക്ഷേ ഇതാകെ ക്യാപ്സിക്കം വെജിറ്റബിൾസിൽ ഈ ചിക്കൻ കറി വെക്കണതിലൊന്നും കൂട്ടാത്ത ഒരു സംഭവമല്ലോ. ഉള്ളിയും ക്യാപ്സിക്കും പച്ചമുളകും എരിവിന്. എത്ര പെട്ടെന്നാണ് ചില്ലി ചിക്കനായത്. അപ്പം പറഞ്ഞു വന്നത്, വേഗം ഞങ്ങൾ പാൻ വെച്ച് അതിലേക്ക് കോഴിമുട്ട ഒടിച്ചിട്ട് ഞാൻ 4 കോഴിമുട്ട ഇട്ട് 5 കോഴിമുട്ട ഇടണമായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു 4 എണ്ണം മതിയല്ലോ എന്ന്. അങ്ങനെ 4 കോഴിമുട്ട ചിക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ വെളിച്ചെണ്ണ ആണോ ഓയിലാണോ എന്ന് ഒരിക്കലറിയില്ല. പിന്നെ ഞങ്ങളവിടെ വെളിച്ചെണ്ണ ആണ് ടേസ്റ്റിന്, അതിനെക്കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ വെജിറ്റബിൾസും കോഴിമുട്ടയൊക്കെ സെറ്റാക്കിയത്. അരി പിന്നെ കുതിർത്താൻ വെച്ച് അരി വേഗം വേവിക്കാനും കുതിർന്നതിൻ്റെ ശേഷം അപ്പത്തിനും അരിക്കുള്ള വെള്ളം വെച്ച് ഒരു സുമാറ് കണക്കിന് വെള്ളം എടുത്ത് വെച്ച് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് പറ്റി പിടിക്കാതെക്കാൻ ആ വീഡിയോയിൽ കണ്ടതാണ്. 3-4 യൂട്യൂബിൽ വീഡിയോസ് നോക്കിയിട്ടാണ് ഈ ഫ്രൈഡ് റൈസിന് ഒരുങ്ങിയത്. അങ്ങനെ അരിക്കുള്ളതെന്ന് അത് തിളച്ച് വന്നപ്പത്തിന് ഈ കുതിർത്ത് വെച്ച അരി എടുത്ത് വേഗം ഊറ്റി വെച്ചിന് കുതിർത്തരി അതുമിട്ട് റൈസ് സെറ്റാക്കി. ഈ റൈസിൻ്റെ വേവിൻ്റെ റബ്ബേ വെന്ത് പോവോ അതോ തീരെ വേവാതാവോ, അങ്ങനെ നല്ല എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമോ എന്നൊക്കെ അറിയില്ല. എന്തായാലും ഒരാവശ്യത്തിനുള്ളൊരു വേവിലെടുത്ത് ഒന്ന് ഊറ്റി വെച്ച് അതിൻ്റെ ശേഷം വെജിറ്റബിൾസൊക്കെ ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ അതിലേക്ക് പിന്നെ ഓരോരോ വെജിറ്റബിൾസ് ഉള്ളി, മറ്റേ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഈ 4 പിന്നെ കേബേജും ഇട്ട് നന്നായിട്ടൊന്ന് നല്ലോണം വയറ്റിയില്ല, അതിൻ്റെ പച്ച ആ ഒരു ഇത് മാറുന്ന വരെ ഒന്ന് വയറ്റി കുറച്ച് ഉപ്പും ഇട്ട് അത് വയറ്റിയതിൻ്റെ ശേഷം നേരെ മാറ്റി ചിക്കി വെച്ച കോഴിമുട്ടയിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് പിന്നെ റൈസ് ഇട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. ആ മണക്ക ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നൊക്കെ പോലെ ഫീൽ ചെയ്ത്, എന്തോ ഫസ്റ്റ് ടൈം വെക്കല്ലേ. പക്ഷേ ഇതിൽ ഈ റൈസ് ഇട്ട് പിന്നെ ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു, സോയാ സോസ്, ടൊമാറ്റോ സോസ്. ഈ സോയാ സോസ് ഒഴിച്ചതോടുകൂടി എൻ്റെ എല്ലാ കോൺഫിഡൻറ്റും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ്ടില്ലേ എന്ന് വരെ വിചാരിച്ചു പോയി. എന്തോ സോയാ സോസ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ, അങ്ങനെ ഫുഡിലൊന്നും ഓവർ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണോ, അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ മണവും പിന്നെ എന്തൊക്കെയോ വ്യത്യാസം വന്ന പോലെ. എനിക്ക് സോയാ സോസ് ഒഴിക്കണ്ടില്ലേനു, പക്ഷേ ഇതിൽ കണ്ട വീഡിയോസിലൊക്കെ സോയാ സോസ് മസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും അത് വേണമല്ലോ. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി. എന്തായാലും നല്ലോണം സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത്
2 കഷ്ണം ഒരു ചെറിയ കുഞ്ഞ് കഷ്ണം ബട്ടർ വെച്ച് അതെൻ്റെ ഒരു ഞാനൊന്ന് വെച്ചതാണ്, വേറെ ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ടറും വെച്ച് കുറച്ച് മല്ലിയിലും, നമ്മൾ സ്പ്രിംഗ് ഒനിയൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ മല്ലിയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രൈഡ് റൈസ് റെഡിയാക്കി. പക്ഷേ ഈ ഫ്രൈഡ് റൈസ് റെഡി ആയ ശേഷം എനിക്ക് തീരെ എന്തോ മനസ്സിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഒരു ടേസ്റ്റൊക്കെ കുറഞ്ഞ പോലെ, ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ എന്തൊക്കെയോ തോന്നി. എന്തായാലും ഫ്രൈഡ് റൈസ് അവിടെ സെറ്റാക്കി. പിന്നെ ചില്ലി ചിക്കനിലേക്ക് പോയി. ചില്ലി ചിക്കൻ ആദ്യം മസാല തേച്ച് വെക്കണം. മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പെരിഞ്ചീരകം, ലേശം മല്ലിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ ഇട്ട്, പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കൂടുതലിട്ടത്, നല്ല കളറൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ടിക്കണം കേട്ടോ. അതും ഇട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ ടൈം തന്നെ, ഒരു 1/4 മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ച്. പിന്നെന്താ അത്, പിന്നെ മറ്റേ ബോൺലെസ് പീസ് കിട്ടിയില്ല കേട്ടോ. ശരിക്കും അത് വേണം എന്നാണ് കേട്ടോ പറയുന്നത്, ബോൺലെസ് പീസ് വേണം ചില്ലി ചിക്കനിക്ക്. പക്ഷെ കിട്ടിയത് എല്ലും ഒക്കെയുള്ള പീസാണ്. അങ്ങനെ ബോൺലെസ് പീസ് മാത്രമായിട്ട് തരില്ല എന്ന് പറഞ്ഞു. നമുക്കുള്ളത് കൊണ്ട് എല്ലായാലും നമ്മൾ കടിച്ച് മുറിച്ച് കഴിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. പക്ഷെ സത്യം പറയാലോ, ആ ഫ്രൈ ചെയ്ത് തിന്നാൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട്. അതാദ്യം ഞാൻ ടേസ്റ്റ് നോക്കി, ഉപ്പുണ്ടോ നോക്കണമല്ലോ, ഉപ്പുണ്ടോ നോക്കേണ്ടത് മസ്റ്റാണ്. അതാദ്യം നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്ത് വെച്ച് അതിലേക്കുള്ള വെജിറ്റബിൾസ് അരിഞ്ഞ്, പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ക്യാപ്സിക്കും. ഉള്ളി ക്യാപ്സിക്കം എന്തോ വലുതാക്കിയിട്ട് എന്താ സ്ക്വയർ പോലാക്കി അങ്ങനെയാണല്ലോ അരിയേണ്ടത്. അങ്ങനെ അത് നന്നായിട്ട് അരിഞ്ഞ് വെച്ച് കുറച്ച് ക്യാപ്സിക്കം ഒന്നിൻ്റെ പകുതി കൊടുത്ത് ഒരു 1.5 ഉള്ളി കൊടുത്ത് അതും അരിഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം പാൻ എടുത്ത് പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഉള്ളി ഇട്ടുകൊടുത്ത് ക്യാപ്സിക്കം ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലോണം വഴണ്ട് വന്നപ്പോൾ ഒരു സോസ് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിരുന്നു. ചില്ലിക്കുള്ള ടൊമാറ്റോ സോസ്, സോയാ സോസ്, വിനാഗിരി, വെള്ളം, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ ഈ ഫ്രൈഡ് റൈസിൽ മറന്നൊരു സംഭവമാണ് കുരുമുളക് പൊടി. പിന്നെ ഞാൻ ലാസ്റ്റ് ഇടുന്നത് കുരുമുളക് പൊടി. എന്തായാലും കുരുമുളകും പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ച സോസും കൂടി ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ചില്ലി ചിക്കൻ റെഡി. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില തൂക്കിക്കണം. അപ്പോൾ അടിപൊളി ചില്ലി ചിക്കൻ കേട്ടോ. ചില്ലി ചിക്കനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചില്ലി ചിക്കനായിരുന്നു. ഫ്രൈഡ് റൈസും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്തോ അങ്ങോട്ട് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ അത്ര വരാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ കഴിച്ച ഇവിടെയുള്ള എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ, ഏതൊരാൾക്കും ഒരു അബദ്ധങ്ങളൊക്കെ വരുമല്ലോ. ആദ്യം കുക്ക് ചെയ്യണത് എന്തായാലും ഒരേ ടേസ്റ്റിലൊന്നും കിട്ടൂലല്ലോ. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടാണല്ലോ എല്ലാ ഫുഡുകളും ടേസ്റ്റ് കൂടുന്നത്. അപ്പം അതിൽ ഞാൻ സമാധാനിച്ച് അങ്ങനെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എന്നാലും ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ചില്ലി ചിക്കൻ്റെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അതുണ്ടാക്കണം വീട്ടിൽ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഇപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരാഗ്രഹമാണ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെന്തായാലും സാധിച്ച് അതവിടെ ആ ഒരു പൂതി അവിടെ കഴിഞ്ഞ്. ഇനി ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാ മോൾക്ക് ലഞ്ച് ബോക്സിലിട്ട് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കണം. ഇത് ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടിയിട്ടാണോ എന്തെങ്കിലും പ്രശ്നം വന്നതല്ലേ, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാതെ വന്നതൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ കുറച്ചുണ്ടാക്കി വെക്കണമല്ലോ. പൊതുവേ കുറച്ചുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നറിയും. അപ്പോൾ ഒന്ന് കുറച്ചുണ്ടാക്കി നോക്കി കൊടുക്കണം മോൾക്ക്. എന്തായാലും കുറച്ച് അരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് ബുക്കിംഗാണ് ഇതിവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ലഞ്ച് ബോക്സിന് ഇത് ഉണ്ടാക്കി തരുന്നെന്ന്. അപ്പോൾ ഈ മാസത്തെ ലഞ്ച് ബോക്സിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാ ലുക്കൊക്കെ വന്നപ്പോൾ അടിപൊളിയായി, പ്ലേറ്റിംഗ് ഒക്കെ ആയപ്പോൾ നമുക്ക് അടിപൊളിയാണ്. പിന്നെ എല്ലാവർക്കും എന്നെ വെച്ച് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ ഫസ്റ്റ് ടൈമല്ലേ, അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തവരും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്തായാലും ചില്ലി ചിക്കൻ അടിപൊളിയേനും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.